On money and banking. This is the last topic in our fourth module, last and the final topic in fourth module, and the topic is banking sector reforms in India. Okay, important ആണ്, പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്, ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ. അപ്പം ബാങ്കിങ് സെക്ടർ റിഫോംസ് ബേസിക്കലി നടന്നിട്ടുള്ളത് ബേസ്ഡ് ഓൺ നരസിംഹം കമ്മിറ്റി. ഈ നരസിംഹം എന്ന് പറഞ്ഞാൽ ഒരു ഫോമർ RBI ഗവർണറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യക്ഷതയിൽ, അതായത് കമ്മിറ്റി ഹെഡായിട്ടുള്ള രണ്ട് കമ്മിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നരസിംഹം കമ്മിറ്റി റിഫോംസ് 1 in 1992 ആൻഡ് നരസിംഹം കമ്മിറ്റി റിഫോംസ് ഇൻ കമ്മിറ്റി 2 in 1998. അതായത് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ 1992 ഒരു കമ്മിറ്റി ഉണ്ടായി. അത് കുറേ റിഫോംസ് റെക്കമെൻഡ് ചെയ്തു. അതേപോലെ അത്രയും നല്ല റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് 1998 വീണ്ടും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. അത് 1998 അവരും കുറേ റെക്കമെൻഡേഷൻ ചെയ്തു. അപ്പം മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിൽ റിഫോംസ് നടന്നേക്കുന്നത് ബേസ്ഡ് ഓൺ ദീസ് ടു കമ്മിറ്റീസ് ആയാലും കമ്മിറ്റി രണ്ടാണെങ്കിലും അതിൻ്റെ ഹെഡ് ഒന്ന് തന്നെയായിരുന്നു. അപ്പം ഈ നരസിംഹം കമ്മിറ്റി റിഫോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ഇന്ത്യയിൽ മൊത്തം റിഫോംസ് നടന്നിട്ടുള്ളത്. അപ്പോൾ കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിനകത്ത് മേജർ ആയിട്ടുള്ള, നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള മേജർ ആയിട്ടുള്ള കുറച്ച് റിഫോംസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് എന്ന് പറയുന്നത് ബാങ്കിങ് ഓട്ടോണോമി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും പൊതുമേഖലാ ബാങ്കുകളാണ് കൂടുതൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകൾക്ക് ഓട്ടോണോമി കൊടുക്കണം. എന്ന് വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസ്, അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ നേതാക്കളും സർക്കാരും എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ബാങ്കിങ് ആക്ടിവിറ്റീസ്, ഇന്ന ആൾക്ക് ലോൺ കൊടുക്കും, ഈ ആൾക്ക് ഇത്രയും കൊടുക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻ്റർവീൻ ചെയ്യുന്നു. അപ്പോൾ അത് ശരിയല്ല. ബാങ്കുകൾക്ക് ഓട്ടോണോമി കൊടുക്കണം. അതായത് ആർക്ക് എത്ര ലോൺ കൊടുക്കണമെന്ന് ബാങ്കുകൾ തീരുമാനിക്കേണ്ട. അല്ലാണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരോ അല്ല ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കേണ്ടത് അതായത് ബാങ്കുകളും അതിൻ്റെ മാനേജറുകളും അതിൻ്റെ MD ഒക്കെയാണ് അതിൻ്റെ ബാങ്കിങ് കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. വെളിയിലുള്ള ഒരു ഭാഗിക ഇടപെടൽ വേണ്ട എന്നുള്ള ഒരു റെക്കമെൻഡേഷനാണ് ആദ്യം വന്നത്. അതായത് ബാങ്കുകൾക്ക് ഓട്ടോണോമി വേണം. അവരുടെ ഡിസിഷൻസ്, അവരുടെ ക്രെഡിറ്റ് ഡിസിഷൻസ് ആയാലും ബാക്കി എല്ലാ തീരുമാനങ്ങൾക്കും അവർക്ക് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. അത് ഫസ്റ്റ്. സെക്കൻഡ്, ഫ്യൂ ലാർജ് ബാങ്ക്സ്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 20 പൊതുമേഖലാ ബാങ്കുണ്ട്. SBI ഉൾപ്പെടെ 20 പൊതുമേഖലാ ബാങ്കുണ്ട്. പിന്നെ ഏകദേശം 16-18 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും ഉണ്ട്. അപ്പം ഇത്രയധികം ബാങ്ക്സിൻ്റെ ആവശ്യമില്ല. ഒരു ഫ്യൂ ലാർജ് ബാങ്ക് മതി. അതായത് ഇന്ത്യയിൽ ഒരു മൊത്തം 5-6 ബാങ്ക് മതി, വലിയ ബാങ്കുകൾ മതി എന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI ആണ്. പക്ഷെ നമ്മൾ വേൾഡ് സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ SBI എന്ന് പറഞ്ഞാൽ 50ാമത് വരത്തുള്ളൂ. ഈ SBI എത്ര വലിയ ബാങ്കാണെന്ന് നമുക്ക് പറയാം. 10,000 കൂടുതൽ ശാഖകൾ, വലിയ ബാങ്കാണ്. ഇന്ത്യ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ബാങ്കാണ് ഇന്ത്യ. പക്ഷേ വേൾഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 50ാമത് വരത്തുള്ളൂ. അപ്പോൾ അത് പോരാ. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞ ചെറിയ ബാങ്കുകളെല്ലാം കൂടി സമീപിച്ചുകൊണ്ട് 5 വലിയ ബാങ്ക് ഉണ്ടാക്കണം. അതാണ് സെക്കൻഡ് റെക്കമെൻഡേഷൻ, ഫ്യൂ ലാർജ് ബാങ്ക്സ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ SLR. അതായത് അറിയാം, നമുക്ക് പണ്ടൊക്കെ ഈ റെക്കമെൻഡേഷൻ വരുന്നതിന് മുമ്പൊക്കെ SLR ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു, 35% ആയിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 35% ആയിരുന്നു. ഇപ്പം നമ്മുടെ SLR എന്ന് പറഞ്ഞാൽ 19.5% മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ള 19.5% ഉള്ളൂ. അപ്പോൾ ആ ലെവലിൽ 35% നിന്നും ഈ പറഞ്ഞ 19% വന്നത് ഈ നരസിംഹം കമ്മിറ്റി റിഫോംസിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെയാണ് CRR പണ്ട് ഭയങ്കര കൂടുതലായിരുന്നു, 14-15% ആയിരുന്നു. അത് കുറഞ്ഞിപ്പം 4%. അതാകാൻ കാരണം നരസിംഹം കമ്മിറ്റിയുടെ റിഫോംസിന്റെ അടിസ്ഥാനത്തിലാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഓക്കെ, അതാണ് ആ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAR എന്ന് പറയും, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, CAR. അതായത് ഈ ബാങ്കിൻ്റെ ആക്ടിവിറ്റിക്ക് ക്യാപിറ്റൽ അത്യാവശ്യമാണ്. എല്ലാ ബാങ്ക് കൊടുക്കുന്ന ലോണെല്ലാം തന്നെ ഇതേപോലെ പബ്ലിക്കിൽ നിന്ന് മേടിച്ച കാശ് വെച്ച് ലോൺ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ബാങ്ക് ഒരു ഞെരുക്കത്തിൽ വരുന്നു, ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് വരുന്ന അവസരത്തിൽ സ്വന്തമായിട്ടുള്ള ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ബാങ്ക് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ ടോട്ടൽ അസറ്റ്സിൻ്റെ ഇപ്പോൾ 100 രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 8% ഇവർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന ക്യാപിറ്റലായിരിക്കണം. ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വന്തം കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. അല്ലാതെ പബ്ലിക്കിൽ നിന്നുള്ള, ഇപ്പോൾ 100 രൂപ പബ്ലിക്കിൽ നിന്ന് മേടിച്ച് ആ 100 രൂപ തന്നെ ലോണായിട്ടും കൊടുക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 8% സ്വന്തമായിട്ടുള്ള കാശ് വേണം. അതായത് സ്വന്തമായിട്ട് മുതൽ മുടക്ക് വേണം. അതാണ് ക്യാപിറ്റൽ അഡിക്വസി ആയിട്ട് വേണം. അതാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ. അപ്പോൾ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 8% മിനിമം വേണം എന്നാണ് നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്.
പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. ഡീറെഗുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ എത്ര പലിശ നിരക്കിൽ ലോൺ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് RBI ആയിരുന്നു, അല്ലെങ്കിൽ സർക്കാരുകളായിരുന്നു. അപ്പോൾ സർക്കാരിനേക്കാളും കൂടെ RBI ആയിരുന്നു എത്ര പലിശയിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് വെക്കാനായിരുന്നു നരസിംഹ കമ്മിറ്റി റിഫോംസ്. അത് ബാങ്കിൽ തീരുമാനിച്ചോട്ടെ, നിങ്ങൾ എത്ര ശതമാനത്തിൽ കൊടുക്കണം നിങ്ങൾ തീരുമാനിച്ചോ എന്നൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ നടത്തി. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കൊടുക്കണം, അതായത് ബാങ്കുകൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എത്ര ശതമാനം ഡെപ്പോസിറ്റിന് എത്ര ശതമാനം വേണമെങ്കിൽ എത്ര ശതമാനം ഫിക്സ് ചെയ്യാം, അതനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ ലെൻഡിങ്ങിനും ഫിക്സ് ചെയ്യാമെന്നാണ്. അതാണ് മൊത്തത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ബാങ്കുകൾ നിങ്ങൾ തന്നെ അയക്കുമെന്നുള്ള ഒരു തീരുമാനമാണ് ഈ റെക്കമെൻഡേഷനിൽ കൂടെ വന്നത്. ഇനി അടുത്ത പോയിന്റ്, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകളുടെ കിട്ടാക്കട ഇങ്ങനെ കൂടി വന്ന അവസ്ഥയിൽ ഈ ബാങ്കുകളുടെ കിട്ടാക്കടയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്സ്, നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിച്ചാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അപ്പോൾ NPA കൂടി വന്നപ്പോൾ ഇതെല്ലാം കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് അതൊന്ന് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകം കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞു. അതിനെയാണ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. അതായത് ബാങ്കുകളുടെ കിട്ടാക്കടം NPAs ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകം കമ്പനി രൂപീകരിച്ചുകൊണ്ട് ആ കമ്പനി ഇതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് വേണമെന്ന് പറഞ്ഞതിനാണ്. അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷനാണ് ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി വേണമെന്ന് ഒരു റെക്കമെൻഡേഷൻ, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അബോളിഷിംഗ് ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ്. അബോളിഷിംഗ് ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ബാങ്കിന് പുതിയ ഒരു ബ്രാഞ്ച് തുടങ്ങണമെന്നുണ്ടെങ്കിൽ RBIയുടെ ലൈസൻസ് വേണമായിരുന്നു പണ്ടൊക്കെ, ഈ റെക്കമെൻഡേഷൻ വരുന്നതിന് മുമ്പ്. ഓക്കെ, ഈ റെക്കമെൻഡേഷൻ വന്നതിന് ശേഷം ഒരു ബാങ്കിന് ഒരു ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ ബാങ്കിന് തീരുമാനിക്കുക, അല്ലാതെ RBIയുടെ ലൈസൻസ് ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇപ്പോൾ SBI തീരുമാനിക്കുക എനിക്ക് അടുക്കൊടുത്തൊരു ബ്രാഞ്ച് വേണം, അവർ ഡിസൈഡ്, അല്ല RBIയുടെ പെർമിഷൻ ഒന്നുമില്ല. പണ്ട് വേണമായിരുന്നു, എവിടെ ബ്രാഞ്ച് തുടങ്ങിയാലും RBIയുടെ പെർമിഷൻ വേണം. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു റെക്കമെൻഡേഷൻ. അത് സർക്കാർ അക്സെപ്റ്റ് ചെയ്ത് ഇപ്പോൾ ബാങ്കുകൾക്ക് തീരുമാനിക്കുക എവിടെ ബാങ്ക് തുറക്കണമെന്നുള്ളത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് അബോളിഷിംഗ് ഓഫ് ബ്രാഞ്ച് ലൈസൻസിങ്. അങ്ങനെ ദീസ് ആർ ദ മേജർ പോയിന്റ്സ്. ഇനി ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ടോ റെക്കമെൻഡേഷൻസിൽ, പക്ഷേ മേജറായിട്ട് ഇതാണ്. ഇത് നിങ്ങൾ ഇത്രയെങ്കിലും പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. ബാങ്കിങ് സെക്ടർ റിഫോംസിനകത്ത് നരസിംഹം കമ്മിറ്റി റിഫോംസ് 1 and 2. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഹോപ്പ് ദ ടോപ്പിക്സ് ആർ യൂസ്ഫുൾ ഫോർ യു. അപ്പം ഇതോടുകൂടി 4th മൊഡ്യൂളും കഴിഞ്ഞു, അതേപോലെ മണി ആൻഡ് ബാങ്കിങ് പേപ്പറും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ചിലതിനൊക്കെ നോട്ട്സ് തരാനുണ്ട്, അത് ഞാൻ നേരിട്ട് വരുമ്പോൾ തരാം. പിന്നെ 1-2 സ്റ്റുഡൻസ് എനിക്ക് ചില റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോഴത്തെ ക്ലാസ് കഴിഞ്ഞല്ലോ മണി ആൻഡ് ബാങ്കിങ്, അതിൻ്റെ ഇതും ഞാൻ കൊടുക്കുന്നതായിരിക്കും അവർക്ക്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അത് എടുക്കാവുന്നതാണ്, ഷെയർ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ ദ പേഷ്യൻറ്റ് ലിസണിങ്. താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ. മീറ്റ് ഇൻ ദ നെക്സ്റ്റ്.